ഹലോ വെൽക്കം ബാക്ക്. നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലോട്ടാണ് പോകുന്നത്. ജോൺ മിൽട്ടൻ്റെ ലിസിഡസ്. ലിസിഡസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടോ? അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായോ? ഞാൻ ഇതെല്ലാം 2020 കഴിഞ്ഞിട്ടുള്ളതേ കൊടുക്കുന്നോളെ. അതിന് മുമ്പും ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. 2020 ഡിസംബർ, 22 ഡിസംബർ, 23 ഡിസംബർ, 24 ജൂൺ, ഡിസംബർ 25 ജൂൺ. ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണുമല്ലോ. അപ്പം നമുക്ക് ജോൺ മിൽട്ടനെ കുറിച്ച് നോക്കാം. ജോൺ മിൽട്ടൺ ഒരു ഗ്രേറ്റസ്റ്റ് പോയിട്ടാണ് നമുക്കറിയാം. വില്യം ഷേക്സ്പിയർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം ജോൺ മിൽട്ടൺ ആണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സാണ് പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗെയിൻഡും. ഈ പാരഡൈസ് ലോസ്റ്റിൻ്റെയൊക്കെ പ്രത്യേകത അറിയാലോ, അതൊരു എപ്പിക് പോയമാണ്. ലിസിഡസ് ഒരു പാസ്റ്ററൽ എലിജിയ. ഈ എലിജിയ എഴുതിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? മിൽട്ടൻ്റെ ഫ്രണ്ടായ എഡ്വേർഡ് കിങ് 1637 ഐറിഷ് സീലുണ്ടായ ഷിപ്രക്കിൽ മരണപ്പെട്ടുപോയി. അപ്പോൾ ആ വിഷമത്തിൽ മിൽട്ടൺ എഴുതിയതാണ് ലിസിഡസ്. തിയോക്രിട്ടസും വെർജിലുമാണ് റോമൻ പോയട്രി ഡെവലപ്പ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഈ ടെക്സ്റ്റ് കണ്ടോ, ഇത് 2011 എഡിഷൻ ആയിരുന്നു. ഞാൻ പഠിച്ച സമയത്തെ ടെക്സ്റ്റാണ്. ഇതിനകത്തുനിന്നും നമുക്ക് പുറമേ കിട്ടാത്ത കുറേ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. നമുക്ക് ഓൾഡ് ടെക്സ്റ്റൊക്കെ ഉണ്ട്, അതെല്ലാം വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻവക്കേഷൻ ടു ദ മ്യൂസസ്. ആരാണ് ഈ മ്യൂസസ്? ഇവർ 9 പേരുണ്ട് മ്യൂസസ്. CS-ൻ്റെ ഡോട്ടേഴ്സാണ് ഈ 9 മ്യൂസസ്. ഈ 9 മ്യൂസസ് ആണ് ലിറ്ററേച്ചറിനും സയൻസിനും ആർട്ടിനും ഒക്കെ ഒരു ഇൻസ്പിറേഷനായിട്ട് നിന്നത്. പോയറ്റും ലിസിഡസും പണ്ട് നേച്ചറിൽ സ്പെൻഡ് ചെയ്ത ടൈമൊക്കെ പോയിട്ട് റിക്കളക്ട് ചെയ്യുക. അപ്പോൾ ഇവരുടെ മ്യൂസിക്കിനൊത്ത് അണ്ടർ ഗ്രാജുവേറ്റ്സ് ഡാൻസ് കളിക്കുമായിരുന്നു. ആ അണ്ടർ ഗ്രാജുവേറ്റ്സിനെ ഗ്രീക്ക് മിത്തോളജിയിലെ സറ്റയേഴ്സും ഫോൺസും ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ ഓൾഡ് ഡമീറ്റസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഇവരെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച ടീച്ചറായിരുന്നു ഡമീറ്റസ് എന്ന് പറയുന്നത്. അപ്പം ഈ ലിസിഡസിലോട്ട് വരുമ്പം ടീച്ചർ നിർദ്ദേശിക്കുന്ന ഷെപ്പേർഡിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെയാണ്. അപ്പോൾ അവരെ പണ്ട് കാംബ്രിഡ്ജ് പഠിപ്പിച്ച ടീച്ചറുമായിട്ട് കമ്പയർ ചെയ്യുക. ഈ സ്ലൈഡിൽ ലിസിഡസ് പോയതിൽ മിൽട്ടൺ ഉണ്ടായ വിഷമത്തെ പറ്റിയാണ് പറയുന്നത്. ലിസിഡസിന് ഈ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ നിംസ് ഒക്കെ എന്തോ ചെയ്യുവാണെന്നാണ് ചോദിച്ചത്. നിംസ് എന്ന് പറയുമ്പോൾ ജലദേവതമാർ തിര ഇങ്ങനെ ലിസിഡസിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഇവരെന്തോ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അതേ നാക്കി തന്നെ പറയുന്നുണ്ട്, ഓ ഇവരും ഹെൽപ്ലെസ് ആണല്ലോ എന്ന്. കാരണം എന്താ? മ്യൂസായിട്ടുള്ള കാലിയോപ്പിന് പോലും തൻ്റെ മകനെ രക്ഷിക്കാനായില്ല. ഓർഫിയസിന് എന്താ പറ്റിയേ? ഓർഫിയസ് യൂറിഡൈസ് എന്നാണെന്ന് തോന്നുന്നു ഭാര്യയുടെ പേര്. ഈ കല്യാണം കഴിഞ്ഞപ്പം ഇവർ ഒരു കാട്ടിക്കൂടാണെന്ന് തോന്നുന്നു നടന്നു പോയ സമയത്ത് പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുക. അപ്പം അവരുടെ ജീവൻ തിരിച്ച് വേണം എന്നുള്ള രീതിയിൽ ഓർഫിയസ് പല കാര്യങ്ങളും ചെയ്ത് അണ്ടർ വേൾഡ് അങ്ങനെ ഒരു സംഭവമുണ്ട്. അവിടേക്ക് ചെല്ലുമ്പോൾ ഓർഫിയസ് അവിടെ ട്രാപ്പായി പോവും. അങ്ങനെ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സ്റ്റോറിയാണെന്ന് തോന്നുന്നു ഓർഫിയസിൻ്റേത്. ഇനി മിൽട്ടൺ 2 ഡയഗ്രഷൻ എടുക്കുന്നുണ്ട്. ഡയഗ്രഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ളൊരു ഡീവിയേഷൻ, സബ്ജക്റ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെന്നി മാറുന്നു. ഫസ്റ്റ് ഡയഗ്രഷനിൽ പറയുന്നത് ഫെയിമിനെ പറ്റിയാണ്. നല്ലൊരു പോയറ്റ് ആവണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ആവശ്യമുണ്ടെന്നുള്ള കാര്യം പറയുകയാണ് മിൽട്ടൺ. ബാക്കിയുള്ള പോയറ്റ്സ് ഷെഫേർഡസസിനെ പറ്റി എഴുതുന്ന പോലെ, അതായത് ആട്ടിടയത്തിമാരൊക്കെ മരച്ചോട്ടിലിരുന്ന് കാഴ്ച കാണുന്ന അതൊക്കെ വർണ്ണിച്ച് എഴുതുന്ന ടൈപ്പ് പോയംസ് എഴുതി കിട്ടുന്ന ചീപ്പ് പോപ്പുലാരിറ്റി ഒന്നും എനിക്ക് വേണ്ട, കഷ്ടപ്പെട്ട് പോയം എഴുതി കിട്ടുന്ന പോപ്പുലാരിറ്റി മതി എന്നുള്ളൊരു ടോണിലും പറയുന്നുണ്ട്. അദ്ദേഹം ഒരു പ്യൂരിറ്റനാണ്. ലോഫ്റ്റി റൈംസ് മാത്രമേ എഴുതത്തുള്ളൂ. ലോഫ്റ്റി റൈംസ് എന്ന് പറയുമ്പം ഹൈ ഐഡിയൽസും മോറൽ ലെസൺസും ഒക്കെ ഉള്ള ടൈപ്പ് റൈറ്റിങ്സിനെ പറയുന്നതാണ്. അപ്പോൾ അതിനൊക്കെ നല്ല ഹാർഡ് വർക്ക് വേണം. പിന്നീട് അദ്ദേഹം സ്വന്തം പ്യൂരിറ്റനസ് ഒക്കെ ഡൗട്ട് ചെയ്യുക, ഇന്നിപ്പം ഞാൻ മരിച്ചു പോയാൽ എന്തോ ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം ഗോഡ് ഇങ്ങനെ റിപ്ലൈ കൊടുക്കും, നീ മരിച്ചാലും ഹെവനിൽ നിനക്ക് അതിനുള്ള റിവാർഡ് കിട്ടുമെന്ന്. സെക്കൻഡ് ഡൈഗ്രഷനിൽ മിൽട്ടൺ സെയിൻറ്റ് പീറ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവിടെ അവർക്ക് ഈ റിലീജിയനോടുള്ള എതിർപ്പൊക്കെയാണ് കാണിക്കുന്നത്. അതിനായിട്ട് കറപ്ഷൻ ഓഫ് ക്ലേർജീസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഇവിടെ 3 ടൈപ്സ് ക്ലേർജിമാനെ പറ്റി പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ദോസ് ഹൂ ക്രീപ്പ്, അതായത് യോഗ്യതയൊന്നും ഇല്ലാതെ കയറുന്നവർ. 3 ടൈപ്സ് ഓഫ് ക്ലേർജിമാനെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമത്തെ ദോസ് ഹൂ ക്രീപ്പ്, അതായത് ഒരു യോഗ്യതയില്ലാതെ കയറുന്നവർ. ഈ MBBS ഒക്കെ ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഡോക്ടേഴ്സായിട്ട് കയറത്തില്ലേ, അതുപോലത്തെ ടൈപ്പ്. രണ്ടാമത്തെ ദോസ് ഹൂ ഇൻട്രൂഡ്, അതായത് ജോലിയിൽ ഒട്ടും ആത്മാർത്ഥത ഇല്ലാത്ത ടൈപ്പ് ആൾക്കാർ. ലാസ്റ്റ് ദോസ് ഹൂ ക്ലൈംബ്, അതായത് ഈ ഫെമിലിയാരിറ്റിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഏണി വെച്ച് ചാടി കയറി പോകുന്ന പോലുള്ള ആൾക്കാർ. സെക്കൻഡ് ഡയഗ്രഷൻ കഴിയുമ്പോൾ മിൽട്ടൺ തിരിച്ച് എലിജിയിലോട്ട് വരും. എന്നിട്ട് ലിസിഡസിൻ്റെ ബോഡിയിൽ നല്ല മണം കിട്ടാനായിട്ട് പൂക്കളൊക്കെ ഇടാൻ ആ വാലീസിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴാണ് വീണ്ടും ഓർക്കുന്നത്, ബോഡിയിലിടാൻ ലിസിഡസിൻ്റെ ബോഡി ഇല്ല, ഷിപ്രക്കിൽ ബോഡി പോലും കിട്ടിയില്ലായിരുന്നു. പോയം എൻഡ് ചെയ്യുന്നത് മിൽട്ടൻ്റെ ഒരു പ്രതീക്ഷയോടെ. എന്തുവാണ് പ്രതീക്ഷ? അതായത് ലിസിഡസ്
ജീസസ് ക്രൈസ്റ്റിനെ പോലെ 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നൊരു പ്രതീക്ഷ. ലിസിഡസിനെ വെൽക്കം ചെയ്യാൻ ഹെവനിലെ ഏഞ്ചൽസ് ഉണ്ട്. വിഷമങ്ങളെല്ലാം ഏഞ്ചൽസ് മാറ്റിക്കൊടുക്കുമെന്നുള്ള വിശ്വാസം മിൽട്ടണും ഉണ്ട്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ലിസിഡസ് പിന്നീട് ആ കടൽ തീരത്തെ ഒരു ഗാർഡിയൻ ഏഞ്ചലായിട്ട് നിൽക്കും. ഇനി ഒരാളും അവിടെ വീഴാതെ നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട് മിൽട്ടൺ. പിന്നീട് പറയുന്നത് നമ്മുടെ മിൽട്ടൻ്റെ വിഷമത്തെ പറ്റി. അയാൾക്കിനി ഒരിക്കലും അവിടെ കൂടുതൽ നേരം നിൽക്കാനൊന്നും പറ്റത്തില്ല. അത്രയ്ക്ക് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു മിൽട്ടണും ലിസിഡസും. അപ്പോൾ ആ ഓർമ്മയിൽ നിന്നൊക്കെ മാറാനായിട്ട് അയാൾ ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്നൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഈ പോയം എൻഡ് ചെയ്യുന്നത് ഒരു ഡെസ്പയർ മോഡിലല്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്തുവാ, മിൽട്ടൺ ആ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. അതോടെയാണ് ഈ പാസ്റ്ററൽ എലിജി അവസാനിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ജോൺ ഡ്രൈഡൻ്റെ മാക് ഫ്ലെക്നോ. ജോൺ ഡ്രൈഡൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. റെസ്റ്റോറേഷൻ പീരീഡിൽ മുന്നിൽ നിന്ന ഒരു പോയറ്റാണ്, പ്ലേ റൈറ്റാണ്, ട്രാൻസ്ലേറ്ററാണ്, ക്രിട്ടിക്കാണ് നമ്മുടെ ജോൺ ഡ്രൈഡൻ. ആ ഒരു കാലത്തെ ഏജ് ഓഫ് ഡ്രൈഡൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ലിറ്റററി ക്രിറ്റിസിസത്തിലൊക്കെ അലക്സാണ്ടർ പോപ്പും കൂടെയുള്ള റൈറ്റേഴ്സും ഒക്കെ ഡ്രൈഡൻ്റെ വർക്ക് കണ്ടിട്ടാണ് ഇൻഫ്ലുവൻസ് ആയി അവർക്ക് ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഒരു ബേസ് തന്നെ വന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സാമുവൽ ജോൺസൺ നമ്മുടെ ഡ്രൈഡനെ വിശേഷിപ്പിച്ചതാണ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടോ? 2020 ഡിസംബർ, 21 ജൂണ്, 21 ഡിസംബർ, 23 ജൂണ്, ഡിസംബർ. ഞാൻ 2020 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഇടുന്നതെല്ലാം 2020 മുമ്പ് ചോദിച്ചിട്ടില്ല എന്നല്ല, ജസ്റ്റ് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. 2025 കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. 1682 മാക് ഫ്ലെക്നോ എന്ന പോയം ജോൺ ഡ്രൈഡൻ എഴുതിയത് ഒരു സറ്റയറായിട്ടാണ്. സറ്റയർ എന്ന് വെച്ചാൽ എന്താ? ആക്ഷേപഹാസ്യം. ഇതിൽ നമ്മുടെ ജോൺ ഡ്രൈഡൻ തോമസ് ഷാഡ്വെല്ലിനെയാണ് കളിയാക്കുന്നത്. കിങ്ഡം ഓഫ് നോൺ സെൻസിൻ്റെ ഹെയർ ആയിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരു വിവേകവും ഇല്ലാത്ത രാജ്യത്തിൻ്റെ പിൻഗാമിയായിട്ട്. ക്ലാസിക്കൽ എപ്പിക് പോയട്രിയിലൊക്കെ യൂസ് ചെയ്തേക്കുന്ന ടൈപ്പ് കപ്ലറ്റുകളൊക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഈ പോയത്തിൽ യൂസ് ചെയ്തേക്കുന്നത്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ട്രിവിയൽ ആൻഡ് അബ്സേർഡ് ഇവൻറ്റ്സ് എന്നും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നിസ്സാരമായ കാര്യങ്ങളെ പറയാനായി ഹീറോയിക് കപ്ലറ്റൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ യൂസ് ചെയ്തേക്കുന്ന എന്തിനാ? ഷാഡ്വെല്ലിൻ്റെ പെർസീവ്ഡ് മെഡിയോക്രിറ്റി കാണിക്കാനായിട്ട്. ഈ മെഡിയോക്രിറ്റി എന്ന് വെച്ചാൽ എന്തുവാ? അതിൻ്റെ മീനിങ് ഒരു ആവറേജ് ലെവൽ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അയാളുടെ ഒരു നിലവാരമില്ലായ്മ ഈ ലിറ്ററേച്ചറിലൊക്കെ ഉള്ള അത് കാണിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഈ സറ്റയറിൻ്റെ സെൻട്രൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഏജിങ് കിങ് ഓഫ് ഡൾനെസ് എന്നറിയപ്പെടുന്ന റിച്ചാർഡ് ഫ്ലെക്നോ. ഡൾനെസ് ഒരു ഡൾഡയാന്ന് പറഞ്ഞാൽ തന്നെ എന്തോ നമുക്കൊരു മന്ദത അടിച്ചിട അല്ലെങ്കിൽ ഒരു മടി പിടിച്ചിടയാന്നല്ലേ. അപ്പോൾ ഈ മടി അല്ലെങ്കിൽ മന്ദതയുടെ രാജാവായ റിച്ചാർഡ് ഫ്ലെക്നോ ഒരു പിൻഗാമിയെ തപ്പി നടക്കുമായിരുന്നു. അയാൾക്ക് വയസ്സായില്ലേ, ഇനി അത് പാരമ്പര്യം കൊണ്ടുപോകാനൊരു പിൻഗാമി വേണം. അങ്ങനെ തപ്പി നടന്നപ്പോഴാണ് ഷാഡ്വെല്ലിനെ കിട്ടുന്നത്. എന്നിട്ട് ഷാഡ്വെല്ലിനെ പറയുന്ന എന്തുവാ? അയാളുടെ സൺസിൽ മൊത്തത്തിൽ മണ്ടത്തരത്തിൽ ഉറച്ചിരിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അതാണ് ഷാഡ്വെല്ല്. അബദ്ധത്തിൽ പോലും ബുദ്ധിയിലേക്ക് വരാത്ത ഒരാളാണെന്ന്. നോക്കി എത്ര വാവുമായിട്ട് ഒരാൾ അടച്ചാക്ഷേപിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. അടുത്തതായി പറയുന്നത് എന്തുവാ? ഷാഡ്വെല്ലിൻ്റെ മോക്ക് കൊറോണേഷൻ സെറിമണി. അതിൻ്റെ മീനിങ് എന്തുവാ? വ്യാജ കിരീടധാരണ ചടങ്ങ്. ഇത് നടക്കുന്നത് എവിടെയാ? ബാർബിക്കനിൽ വെച്ച്. ബാർബിക്കൻ്റെ പ്രത്യേകത എന്തുവാ? നിലവാരം കുറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പേരുകേട്ട സ്ഥലമാണ് ബാർബിക്കൻ. എന്ന് വെച്ചാൽ ഇവരുടെ പോലത്തെ ഒരു ബുദ്ധിയില്ലായ്മയൊക്കെ നിറഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതൊക്കെ സ്ഥലം. അപ്പോൾ ഇവിടെ പറയുന്ന ചടങ്ങിൻ്റെ സിംഹാസനം തന്നെ എവിടെ? ഒരു പൈൽ ഓഫ് ബുക്സിൻ്റെ മേളിലാന്ന് പറയുന്നില്ലേ? നിലവാരമില്ലാത്ത കവിതകളെല്ലാം എഴുതിയ ഒരു പുസ്തക കൂമ്പാരത്തിൻ്റെ മുകളിലാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സിംഹാസനത്തിൽ എന്തെങ്കിലും ഒരു റോയൽ സിമ്പൽ വേണ്ട. ഇവിടെ അതും ഇല്ല. അതിന് പകരം ഭയങ്കര വീര്യമുള്ള ഒരു ലിക്വറില്ലേ, മദ്യം, അതൊരു വലിയ മഗ്ഗിനകത്താണ് ഒഴിച്ചു വെച്ചേക്കുന്നത്. പൊട്ടൻ്റ് അലേ എന്ന് പറയുന്നത് അതിനാണേ. ആൻഡ് ഹിസ് ടെമ്പിൾസ് ഓവർ സ്പ്രെഡ് വിത്ത് പോപ്പീസ് എന്ന് വെച്ചാൽ അയാളുടെ ഈ നെറ്റിഭാഗം മുഴുവൻ ഈ പോപ്പി ഒരുതരം പൂക്കളാണ്. മന്ദത, അതുപോലത്തെ ഉറക്കം, അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന പൂക്കളാണ്. അതെല്ലാം അയാളുടെ നെറ്റിഭാഗത്ത് വെച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്തത് ഈ സെറിമണി അറ്റൻഡ് ചെയ്ത് ആരാന്നാണ് പറയുന്നത്? കഴിവുറഞ്ഞ കുറേ കവികളുണ്ടായിരുന്നെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 12 മൂങ്ങുകൾ. ആ 12 മൂങ്ങുകളെ പറയുന്ന കാര്യം റോമുലസിൻ്റെ മുന്നിൽ 12 കഴുകന്മാർ വന്നതിൻ്റെ പാരഡി ആയിട്ടാണ് 12 മൂങ്ങകളെന്ന് പറയുന്നത്. മൂങ്ങകൾ എപ്പോഴും ഒരു ബാഡ് ഓമനാണല്ലോ. അങ്ങനെ ഇതിൽ പറഞ്ഞു വരുന്നത് ലോഫ്റ്റി ലാംഗ്വേജസും ഇഗ്നോബിൾ സബ്ജക്റ്റ് മാറ്ററും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ലോഫ്റ്റി റൈംസ് എന്ന് ഇപ്പം അതിനൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ 12 വൾച്ചേഴ്സും 12 മൂങ്ങകളും. തേർഡ് സെക്ഷനിൽ ഷാഡ്വെല്ലിൻ്റെ കിരീടധാരണ ചടങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ
ഫ്ലെക്നോ ഷാഡ്വെല്ലിനോട് പറയും ഇതുവരെയുള്ള ആ ട്രൂ ഡൾനെസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോണേ എന്നുള്ള ഉപദേശമൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ വലിയ പോയറ്റ്സായ ബെൻ ജോൺസണിൻ്റെയും ജോൺ ഫ്ലെച്ചറിൻ്റെയും വഴിയൊന്നും ഫോളോ ചെയ്യാനേ പാടില്ല. പകരം നേച്ചറിനെയൊക്കെ വിശ്വസിച്ച് മടുപ്പുള്ള രീതിയിൽ തന്നെ തുടരണം എന്ന് പറയുക. അടുത്തതായിട്ട് പറയുന്നത് ട്രാജിക് മ്യൂസ് ഗീവ്സ് സ്മൈൽസ് ദൈ കോമിക് സ്ലീപ്പ് എന്ന് പറയുമ്പം ഈ ഫ്ലെക്നോ ഷാഡ്വെല്ലിൻ്റെ ദുരന്ത നാടകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി പറയാം. സാധാരണ ഒരു ദുരന്ത നാടകം കണ്ടാൽ നമ്മൾ കരയും, പക്ഷേ ഷാഡ്വെല്ലിൻ്റെ കാണുവാണെങ്കിൽ നമ്മൾ ചിരിക്കത്തേ ഉള്ളൂ. ചിരിപ്പിക്കുന്ന വല്ല ഹാസ്യം നിറഞ്ഞ വല്ലതും ആണ് ഷാഡ്വെൽ അവതരിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോത്തേ ഉള്ളൂ. അതാണ് പറയുന്നത്. സാധാരണയായിട്ട് ഷാഡ്വെല്ലിൻ്റെ കഥകളിൽ ലാസ്റ്റ് സ്റ്റേജിലൊരു ട്രാപ്പാണ്, അതിനകത്തോട്ട് ഫ്ലെക്നോ ഇങ്ങനെ വീഴുമ്പോൾ കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഫ്ലെക്നോ വീണപ്പോൾ അയാളുടെ പുറത്തൂടെ പുതപ്പ് പോലത്തെ ഒരു ക്ലോത്ത് ഉണ്ട്, അത് വന്ന് വീഴുന്നത് നമ്മുടെ ഷാഡ്വെല്ലിൻ്റെ ദേഹത്താണ്. അത് സിംബലൈസ് ചെയ്യുന്നത് എന്തുവാ, ഇനി അങ്ങോട്ട് ഈ മണ്ടത്തരത്തിൻ്റെ രാജാവൊക്കെ ഷാഡ്വെല്ലാണ് എന്ന രീതിയിലാണ്. അതിൽ ആ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന റെഫറൻസ് ഉണ്ട്, അത് ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പ്രോഫറ്റിക് അതോറിറ്റി എലിജയിൽ നിന്ന് എലിശയിലോട്ട് കൈമാറുന്നെന്ന്, അതായത് പ്രവാചക അധികാരം എന്ന് പറയും പ്രോഫറ്റിക് അതോറിറ്റി. അതുപോലെയാണ് ഈ മണ്ടത്തരം ഫ്ലെക്നോയിൽ നിന്നും ഷാഡ്വെല്ലിലോട്ട് കൈമാറുന്നത് പറയുന്നത്. ഇനി പറയുന്നത് മാക് ഫ്ലെക്നോ എന്നത് ഈ ഷാഡ്വെല്ലിനെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരുപാട് കളിയാക്കുന്നതിലുപരിയായിട്ട് ആ ഒരു കാലത്ത് റെസ്റ്റോറേഷൻ ഏജിൽ നിലനിന്നിരുന്ന ലിറ്ററേച്ചറിൻ്റെ ഒരു നിലവാരമില്ലായ്മയെ കൂടിയാണ് കാണിക്കുന്നത്. ഇതേപോലുള്ള അൺഇൻസ്പയർഡ് റൈറ്റിങ്സ് ഒന്നും അധികം വളരാണ്ടിരിക്കാനാണ് ഡ്രൈഡൻ മോക്ക് ഹീറോയിക് ഫോം ഉപയോഗിച്ച് ഇതിനെല്ലാം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഷാഡ്വെല്ലിനെ ഈ വിഡിതത്തിൻ്റെയൊക്കെ രാജാവായിട്ട് അങ്ങ് ഉയർത്തുന്നതിലുപരി എന്താണ് നമ്മുടെ ഡ്രൈഡൻ ചെയ്യുന്നത്, തൻ്റെ എതിരാളിയുടെ പ്രശസ്തി താഴോട്ട് കൊണ്ടുവരിക. ഈ പോയത്തിൻ്റെ മെയിൻ പവർ എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഡ്രൈഡൻ്റെ ബുദ്ധിപരമായിട്ടുള്ള ഐറണിയും എക്സാജറേഷനും ഒക്കെ യൂസ് ചെയ്തതിൽ കിടക്കുക. പിന്നീട് ഷാഡ്വെൽ ഡ്രൈഡനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് വന്നെങ്കിൽ അതൊന്നും നിലനിന്നില്ല. കാരണം മാക് ഫ്ലെക്നോ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ക്ലാസിക് സറ്റയറായിട്ട് നിലനിൽക്കുക. ഇതോടുകൂടി പോയ അവസാനിക്കുവാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സാംസൊക്കെ നന്നായിട്ട് എഴുതുക, കോൺഫിഡൻസോടെ എഴുതുക. 20 മാർക്കിനും മാക്സിമം യൂട്ടിലൈസ് ആവുന്ന രീതിയിൽ നല്ലപോലെ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. ബൈ.